മധ്യേഷ്യയിൽ സംഘർഷം ശക്തമാകുന്നതിനിടയിൽ ഇസ്രയേലിൻ്റെ പുതിയ നീക്കമാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. സൈനികരുടെ അവധി വെട്ടിച്ചുരുക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ വിദേശ പര്യടനത്തിലും മറ്റുമുള്ള സൈനികരോട് എത്രയും പെട്ടെന്ന് മടങ്ങി വരാൻ വ്യോമസേന മേധാവി മേജർ ജനറൽ ടോമർ ബാർ അറിയിച്ചിരിക്കുന്നു. ഇതെല്ലാ സേനകൾക്കും ബാധകമാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. നിലവിൽ ജോർജിയയിലും അസർബൈജാനിലുമൊക്കെ ഓഫ് ഡ്യൂട്ടിയിലുള്ള സൈനികർ എത്രയും പെട്ടെന്ന് മടങ്ങി വരണം. കാരണം ഈ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് ഏത് നിമിഷവും ഇറാൻ്റെ ഭാഗത്തു നിന്നൊരു തിരിച്ചടി ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് വ്യാഴാഴ്ച ഈ ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ചർച്ച ബഹിഷ്കരിക്കുകയാണെങ്കിൽ അതിന് മുൻപോ ഇല്ലെങ്കിൽ ഈ ആഴ്ച തന്നെയോ ഇറാൻ തിരിച്ചടിക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ് എന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കയും ഇസ്രായേലും ഒക്കെ പറഞ്ഞിരുന്നു. ഇതിനിടയിൽ ഒരു അടിയന്തര യോഗം ഇസ്രായേലിൽ ചേരുകയുണ്ടായി. സൈനിക തലവന്മാരുടെയും മറ്റും യോഗമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ ചേർന്നത്. ഇവിടെ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിലൊന്ന് ഈ സൈനികരുടെ അവധി റദ്ദാക്കുക, ഒപ്പം വിദേശ പര്യടനത്തിലുള്ള അല്ലെങ്കിൽ ഓഫ് ഡ്യൂട്ടിയിലുള്ള സൈനികർ എത്രയും പെട്ടെന്ന് മടങ്ങിയെത്തുക. രണ്ടാമത് ജനങ്ങൾക്ക് ഇപ്പോൾ കുറേ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശം മാത്രമല്ല മറ്റു ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് അതേപടി പാലിക്കാൻ, അത് തുടരുന്നതിന് വേണ്ടിയിട്ട് പറയുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് പല കോണിൽ നിന്ന് ഒരു ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ്. അതായത് ഇറാൻ്റെ നേതൃത്വത്തിൽ ഇറാനെ അനുകൂലിക്കുന്ന ഈ ഗ്രൂപ്പുകൾ ഉൾപ്പെടെ ഒരേ സമയം തന്നെയുള്ള തിരിച്ചടി പല കോണിൽ നിന്നും ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഇതിനിടയിൽ ആന്റണി ബ്ലിങ്കൻ ഉൾപ്പെടെയുള്ളവർ ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്കുള്ള ശ്രമവും നടക്കുന്നു. ന്യൂസ് ഡെസ്ക്.